കൊല്ലം ഇരവിപുരം മണ്ഡലത്തിൽ വലിയ ഒരു വിജയം അത് നേടിയിരിക്കുകയാണ് UDF സ്ഥാനാർത്ഥി. UDFന് വേണ്ടി മത്സരിച്ച RSP സ്ഥാനാർത്ഥിയായ വിഷ്ണുമോഹനാണ്. എങ്ങനെ തോന്നുന്നു ഈ ഒരു വിജയം? അർഹിച്ചിരുന്ന ഒരു വിജയമാണോ? പ്രവൃത്തി എങ്ങനെയുണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രവർത്തന മേഖലകൾ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു? ഇത് ഐക്യ ജനാധിപത്യ മുന്നണി അർഹിക്കുന്ന ഒരു വിജയമാണ്. അർഹിക്കുന്ന വിജയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പുകളിൽ UDF അട്ടിമറി വിജയം നേടിയ ഒരു നിയോജക മണ്ഡലമാണ് ഇരവിപുരം നിയോജകമണ്ഡലം. ആ ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ നിയമസഭാ ഇലക്ഷനിൽ നിയമസഭാ ഇലക്ഷന് ഉണ്ടാകേണ്ടുന്ന അർഹമായ ഒരു ഭൂരിപക്ഷവും ആ വിജയവുമാണ് ഇരവിപുരം നിയോജക മണ്ഡലത്തിൽ ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായും അവിടെ വലിയൊരു മാർജിനിലാണ് ഇപ്പോൾ നൗഷാദിനെ പോലെ ഒരു ജയിച്ചു വന്ന ഒരു MLA, 2 തവണ ജയിച്ചു വന്ന ഒരു MLA തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ രാഷ്ട്രീയപരമായ ഒരു മാറ്റം അവിടെ ഉണ്ടായി അല്ലേ? തീർച്ചയായും ഇരവിപുരം ഒരു രാഷ്ട്രീയ മണ്ഡലമാണ്. ഒരു വ്യക്തിയെ പരാജയപ്പെടുത്തി എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ ആശയപരമായ രാഷ്ട്രീയപരമായ പോരാട്ടമായിരുന്നു. ആ പോരാട്ടത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയം ജനങ്ങൾ ഏറ്റെടുത്തു. ഐക്യ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ 10 വർഷമായി ജനങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ജനകീയ പ്രശ്നങ്ങളെ ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ആ രാഷ്ട്രീയത്തിന് ജനങ്ങൾ വോട്ട് ചെയ്തു. അങ്ങനെയാണ് ആ തെരഞ്ഞെടുപ്പിനെ നമ്മൾ വിജയത്തെ വിലയിരുത്താൻ സാധിക്കുന്നത്. വിഷ്ണുമോഹനിലൂടെ RSP ഒരു തിരിച്ചറിവ് നടത്തി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ? തീർച്ചയായും ഇവിടുത്തെ കൊല്ലം ജില്ലയിൽ മത്സരിച്ച RSP സ്ഥാനാർത്ഥികൾക്കെല്ലാം നല്ല മിന്നുന്ന വിജയം നേടാൻ സാധിച്ചു. ഇരവിപുരം നിയോജക മണ്ഡലത്തിലെ ആ നിയോഗം, ആ ചുമതല, ഉത്തരവാദിത്വം പാർട്ടി എന്നെ ഏൽപ്പിച്ചു. അത് ഐക്യ ജനാധിപത്യ മുന്നണി വളരെ കാര്യക്ഷമമായിട്ടുള്ള ഒരു പ്രവർത്തനത്തിലൂടെ, ആത്മാർത്ഥമായ ഇടപെടലുകളിലൂടെ ആ തെരഞ്ഞെടുപ്പ് വിജയം സുനിശ്ചിതമാക്കി എന്നുള്ളത് മാത്രമാണ്. അത് ടീം UDFന്റെ ഒരു വലിയ വിജയമായിട്ടാണ് കാണുന്നത്. കൊല്ലം ജില്ലയിലെ ആ ഒരു വിജയം, ആ ഒരു വിജയത്തിന്റെ ആ ഒരു ട്രെൻഡിനനുസരിച്ച് ഇരവിപുരവും RSPക്കൊപ്പം നിന്നു, അല്ലെങ്കിൽ RSPയെ വിജയിപ്പിച്ചിരിക്കും. തീർച്ചയായും അത് ഐക്യ ജനാധിപത്യ മുന്നണി പരാജയപ്പെട്ട 2 തെരഞ്ഞെടുപ്പുകളിൽ RSPക്ക് ഉണ്ടായ പോരായ്മ, RSPക്ക് ഉണ്ടായ പരാജയങ്ങളെ മുന്നണി ജയിച്ചു കയറുമ്പോൾ RSPയും ജയിച്ചു കയറും. അപ്പം ഞങ്ങളുടെ മുന്നണി രാഷ്ട്രീയത്തിൽ RSP എടുത്ത രാഷ്ട്രീയ നിലപാടുകൾക്കുള്ള ജനങ്ങളുടെ അംഗീകാരമായിട്ട് കൂടി തന്നെയാണ് അതിനെ കാണുന്നത്. പ്രതീക്ഷിതമായ ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലൂടെ ആയിരുന്നു ഇതിലേക്ക് വന്നത്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പുള്ള ചർച്ചകളിൽ എൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. എന്നാൽ സ്ഥാനാർത്ഥി നിർണയം അത് ഒരു അപ്രതീക്ഷിതമായ സ്ഥാനാർത്ഥിത്വം തന്നെയായിരുന്നു എന്നിലേക്ക് ഏൽപ്പിച്ചിരുന്നത്. പാർട്ടിയിൽ നടന്ന ചർച്ചകളുടെ അന്തിമ തീരുമാനമായിട്ട് സ്ഥാനാർത്ഥിത്വം വന്നു. ആ സ്ഥാനാർത്ഥിത്വത്തിൽ പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്വം മുന്നണിയോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഒരു ആത്മവിശ്വാസം. തീർച്ചയായും ഈ മത്സരത്തിന്റെ ആ ഒരു വിജയം അത് തന്നെയാണ് താങ്കളുടെ ഒരു ആത്മവിശ്വാസം വാക്കുകളിലൂടെയും മറ്റുമൊക്കെ. അപ്പം മണ്ഡലത്തിൽ ഇനിയും നല്ല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിനുള്ള എല്ലാ ആശംസകളും. പ്രദീപ് വാളത്തുങ്കലിനൊപ്പം സുധീഷ്, അമൃത ന്യൂസ്, കൊല്ലം.